കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ അപകടം നടന്ന സ്ഥലവും മരിച്ചവരുടെ വീടുകളും സന്ദർശിച്ചു. വളരെ ദാരുണമായ ദുരന്തത്തിനാണ് പ്രദേശം സാക്ഷ്യം വഹിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. കാട്ടാന പരിപാലന ചട്ടം പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. നിയമപരമായി എന്ത് വീഴ്ചയുണ്ടായാലും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദാരുണവും നാടിനെ ഒരുപോലെ ഞെട്ടിച്ചതുമായ വലിയ ദുരന്തത്തിനാണ് ഈ പ്രദേശവും ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത്. ഇതിനകം തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ നിഷ്പക്ഷമായി, കാരണം ഒരു നാടിൻ്റെ ആകെ പ്രശ്നമായതുകൊണ്ട് തന്നെ ആരെയും സഹായിക്കാതെ ആരെയും ശിക്ഷിക്കാതെ വളരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ശരിയായ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇവിടെ അന്വേഷിച്ചപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരുടെ കാര്യത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ തന്നെ ആവശ്യമായ പരിരക്ഷയും ശ്രദ്ധയും ചെലുത്തുന്നുണ്ട് എന്നാണ് അവർ അറിയിച്ചത്. അത് അവർ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റ് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മന്ത്രിതല സ്ഥലത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വഴി. മേഘ മാധവൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘ, വീഴ്ച സംഭവിച്ചവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മന്ത്രി ആവർത്തിച്ചു പറഞ്ഞത്. ആര്യ, അതായത് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അല്പം മുമ്പാണ് ഈ അപകടം നടന്ന മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശിച്ചത്. മരണപ്പെട്ടവരുടെ വീടുകളിലും മന്ത്രി സന്ദർശിച്ചു. മന്ത്രി ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തീർത്തും ദാരുണമായ സംഭവമാണ് നടന്നത് എന്ന് മന്ത്രി പറയുന്നു. ഇവിടെ എത്തിയ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുമായൊക്കെ തന്നെയും സംസാരിച്ചു. എന്തൊക്കെയാണ് സംഭവം നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇവിടെ നേരിട്ട് കണ്ട് കേട്ട് മടങ്ങുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ജാഗ്രത ഉണ്ടായില്ലെന്ന് ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചുവെന്ന റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കും. ക്ഷേത്രം ഭാരവാഹികൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, പക്ഷേ നിയമ നടപടി ഉണ്ടാകും. നിഷ്പക്ഷമായ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് മന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആരും മനഃപൂർവ്വമായി വരുത്തിവെച്ചൊരു അപകടമല്ല. അതുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുക. പോലീസ് അന്വേഷണം ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം എന്നത് ട്രസ്റ്റാണ്, ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര കമ്മിറ്റിയാണ് നൽകേണ്ടത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് ദേവസ്വം ബോർഡുമായി ആലോചിച്ചുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. നിലവിൽ സർക്കാർ സഹായവുമായി ബന്ധപ്പെട്ട് അത് തനിക്ക് പറയാൻ സാധിക്കുകയില്ല. മുഖ്യമന്ത്രിയുമായി ഇക്കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച നടത്തിയ ശേഷം മാത്രമേ അതിൽ കൃത്യമായ മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട്. മുഖ്യമന്ത്രിയുമായി ഈ കാര്യം സംസാരിക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ ഈ അപകടം ഉണ്ടായ അമ്പല മുറ്റത്ത് ഈ ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഒക്കെ തന്നെയും ഇവിടെയുണ്ട്. അവർ ആ കെട്ടിടം പൊളിഞ്ഞു വീണാണ് ദാരുണമായ ഈ അപകടം ഉണ്ടാകുന്നത്. അവിടെ ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നിഷ്പക്ഷമായ അന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കും. നിയമ നടപടികൾ എങ്ങനെയാണോ, ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് എന്താണോ കോടതിയിൽ പറയാനുള്ളത് അവർക്ക് അവരുടെ കാര്യങ്ങൾ കൃത്യമായി പറയാം. ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ച എല്ലാ ചട്ടങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. പ്രാഥമികമായി ഈ ആനകളുടെ ദൂരത്തിൽ ഉൾപ്പെടെ അത് പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കരിമരുന്ന് പ്രയോഗമാണ് അപകടത്തിലേക്ക് എത്തിച്ചത് എന്നൊരു പ്രാഥമികമായ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ അത് കൃത്യമായി പരിശോധിക്കും. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആരെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ സാധിക്കുകയില്ല. നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആര്യ, ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.